ചെറിയൊരു ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ നല്ല കാറ്റും ഇടിയൊക്കെ ആയിരുന്നു. സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും ഭയങ്കരമായിട്ട് മഴക്കാറ് കെട്ടി ഇരുട്ട് മൂടി കിടക്കുകയായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ എപ്പോഴും മഴയും കാറ്റും ഇടിയൊക്കെ തന്നെയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ മൂക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഓളവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൾ അവിടെ നിന്ന് കളിച്ചോളും. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്ന് വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം 2 പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പഴം എടുത്ത് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് പഴം കൊണ്ടുവച്ചിട്ട് 2-3 ദിവസമായി. പിന്നെ ഇന്നും കൂടി എടുത്ത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതെടുത്ത് കളയേണ്ടി വരും. പിന്നെ പഴംപൊരി ആകുമ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 സ്പൂൺ മൈദയിലോട്ട് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒരു നേരിയ മാവാക്കി എടുക്കുക. അതായത് ഭയങ്കര കട്ടിയാക്കി എടുത്തു കഴിഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി ഞാൻ എപ്പോഴും ലൂസിലാണ് ബാറ്റർ ഉണ്ടാക്കുക. പിന്നെ അതൊക്കെ ഞാൻ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ചായ വെക്കുന്നുണ്ട്. എനിക്ക് വൈകുന്നേരം ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു വിമ്മിഷ്ടമാണ്, എനിക്ക് ചായ നിർബന്ധമാണ്. അങ്ങനെ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. പഴംപൊരി കിട്ടിയ സന്തോഷമാണ് എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് കാണുന്നത് നിങ്ങളിപ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പം പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ വന്നപ്പം പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഞങ്ങൾക്കൊരു സിനിമക്ക് പോകാമെന്നുള്ളത്. ഞങ്ങളുടെ പ്ലാനിലായിരുന്നു 8:30ക്കുള്ള ഷോന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 8:10. അങ്ങനെ പിന്നെ നേരെ തിയേറ്ററിലോട്ട് പോയി സിനിമയൊക്കെ കണ്ടു. നിങ്ങളുടെ ദൃഢം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു കണ്ടത്, ഷൈനികത്തിൻ്റെ. കുഴപ്പമില്ല, നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ വാങ്ങി അതൊക്കെ വന്ന് കഴിച്ചു. ഞങ്ങൾ പോയി കിടന്നുറങ്ങി. അപ്പോൾ ശരി, ബൈ.